എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇവിടെ നമ്മുടെ ഒരു കുടുംബാംഗം നമ്മളോട് ചോദിക്കുകയാണ്, ശിവരാത്രി നാളിൽ വിവാഹം പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പുതിയൊരു ചോദ്യമാണല്ലേ. പക്ഷെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ വിവാഹം നടത്താറുണ്ട് കേട്ടോ, പല സ്ഥലത്തും. അത് കണ്ടതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിച്ചത്, ശിവരാത്രി നാളിലൊക്കെ വിവാഹം നടത്താൻ പാടുണ്ടോ എന്നുള്ളത്. എന്നാൽ ശിവരാത്രി എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടാവില്ല. ഏതായാലും ചോദിച്ചത് വളരെ നന്നായി. ഒരുപാട് ആൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ, ഈ ശിവരാത്രി നാളിൽ അന്ന് ശിവൻ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള ഓർമ്മകളുടെ ദിവസമാണ്. അപ്പോൾ ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള ആ ഓർമ്മ നിലനിൽക്കുന്ന അവസരത്തിൽ ആ ശിവഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി ചെയ്ത ത്യാഗം നമ്മൾ ഓർത്ത്, അതുപോലെ ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക ഈ സമാജത്തിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ് ശിവരാത്രി നാൾ. സാക്ഷാൽ ഭഗവാൻ തൻ്റെ ആ ശരീരം പൂർണ്ണമായി നശിച്ചു പോകുമെന്ന് 100% ഉറപ്പുണ്ടായിട്ട് അതുപോലും ചിന്തിക്കാതെയാണ് ആ ഹലാഹലമാകുന്ന കാളകൂടം അങ്ങ് പാനം ചെയ്തത്, തൻ്റെ നിലനിൽപ്പ് പോലും നോക്കാതെ. അപ്പോൾ അതുപോലെ ഈ ഭഗവാൻ ഈ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി ഇത്ര ത്യാഗം ചെയ്യുമ്പോൾ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമാജത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ അയൽവാസികൾക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അത് നടപ്പിലാക്കേണ്ട ദിവസമാണ് യഥാർത്ഥത്തിൽ ശിവരാത്രി എന്ന് പറയുന്നത്. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഭഗവാൻ മംഗളകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. ശിവന് മംഗളകാരി എന്ന് പേര് വരാൻ കാരണം തന്നെ ഇവിടെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം മംഗളകർമ്മം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വിവാഹം എന്ന് പറയുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ മുഴുവൻ സമയം ആഹ്ലാദമായിരിക്കും. അവരുടെ ചിന്തകൾ ഭഗവാനിലേക്കല്ല പോകുന്നത്. ആ പെൺകുട്ടിയുടെയും ആ ചെറുപ്പക്കാരൻ്റെയും അവരുടെ വീട്ടുകാരുടെയും ചിന്തകളും ശിവഭഗവാനിലേക്കല്ല പോകുന്നത്. അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടുന്ന ത്യാഗത്തെക്കുറിച്ചോ മറ്റൊന്നുമല്ല ചിന്തിക്കുന്നത്. അവർക്ക് മധുര സ്വപ്നങ്ങളാണുള്ളത്. അപ്പോൾ ഈ മധുര സ്വപ്നങ്ങളാണ് അവർ ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഉറക്കമുളച്ച് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന സമയത്ത് അവരവിടെ മധുവിധം ആഘോഷിക്കുകയാണ് ചെയ്യുക. എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടി വ്രതമെടുക്കുന്ന അവസരത്തിൽ, വ്രതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രഹ്മചര്യം പോലും എടുത്തു നിൽക്കുന്ന അവസരത്തിൽ അന്ന് പ്രകൃതിയിലും വളരെയേറെ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധി രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രാസപ്രവർത്തനമെല്ലാം തന്നെ കാരണം ആ രാസപ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം തന്നെ ഉറക്കമുളച്ച്, ദീപം കത്തിച്ച് ഉറക്കമുളച്ച് അതിൻ്റെ അരികിലിരുന്ന് നാമം ജപിക്കുകയോ ഭഗവാന്റെ കീർത്തനങ്ങളോ ചൊല്ലുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിൽ നമ്മൾ അന്ന് ഉറങ്ങുന്ന ആൾക്കാർക്ക് പോലും പലതരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നത്. കാരണം അന്തരീക്ഷത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇരിക്കാൻ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടിയും ചെറുപ്പക്കാരനും വിവാഹം കഴിഞ്ഞാൽ അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തിയും എല്ലാം തന്നെ ആത്മീയതയിൽ നിന്ന് മാറി മറ്റൊന്നിലേക്കായിത്തീരും. അപ്പോൾ അവർക്കത് ജനിക്കുന്ന കുട്ടിയിലേക്ക് പോലും അത് ദോഷം ചെയ്യും. അന്നത്തെ ദിവസം ശിവന്റെ കീർത്തനങ്ങളും ശിവന്റെ നാമങ്ങളും ഒക്കെ ജപിക്കേണ്ട ആള് ഈ വിവാഹത്വമാകുന്ന മംഗളമായ കാര്യമാണത് ചെയ്യുന്നെങ്കിൽ പോലും അവരുടെ ചിന്തകൾ പൂർണ്ണമായിട്ടും സ്വാർത്ഥത നിറഞ്ഞ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങും. അങ്ങനെ ചിന്തിക്കേണ്ട ദിവസമല്ല ഈ ശിവരാത്രി നാള്. വിശ്വാസികളല്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുന്നിരിക്കട്ടെ, വിശ്വാസികളല്ലാത്ത ആൾക്കാർ ഇത് ചെയ്യുമ്പോഴാണ് അവരുടെ കുട്ടിയിലുണ്ടാകുന്ന ദോഷങ്ങൾ അവർക്ക് പിന്നീട് വിനയായി തീരുന്നത്. എന്നാൽ ഒരു കാര്യം, മറ്റൊരു മുഹൂർത്തവുമില്ല, ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവർക്ക് ഒന്നായിത്തീരുന്നതിന്, എങ്ങനെ കൈപിടിച്ചുകൊണ്ട് വിവാഹം നടക്കുന്നത് കൊണ്ട് ദോഷം എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാറില്ല. കാരണം എന്താ? അന്ന് ശ്രേഷ്ഠമായ കർമ്മം ചെയ്യേണ്ട ദിവസമായതുകൊണ്ട്, ആ ഭഗവാന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ദിവസമായതുകൊണ്ട് ആരും ചെയ്യുന്നില്ല. അത് ഭഗവാന് വേണ്ടി മാറ്റിവെച്ച ദിവസമാണ്. അപ്പോൾ ആ ദിവസം ഒരു പെണ്ണും ചെറുക്കനും കൂടി കൈ പിടിക്കുന്ന അവസരത്തിൽ ദോഷമൊന്നും സംഭവിക്കാനില്ല. പക്ഷെ അവരാ മധുവിധു ആഘോഷിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശാരീരികമായിട്ടുള്ള ആ ഗർഭാധാനമായിട്ടുള്ള ചടങ്ങ് നടക്കാൻ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്താൽ അവരുടെ കുട്ടിക്ക് പോലും ദോഷം സംഭവിക്കും. പക്ഷേ
ഈ തരത്തിൽ മംഗളകർമ്മം അന്ന് തന്നെ ഉള്ളു, വേറൊരു ദിവസവും ഇല്ല വിവാഹം നടക്കാനെന്നുണ്ടെങ്കിൽ വിവാഹം നടത്തുന്നുണ്ട്, ദോഷമില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് ലളിതമായ വിധത്തിൽ ആ വിവാഹം നടത്തി അതിനുശേഷം ഭാര്യയും ഭർത്താവും കൂടി ശിവപൂജ ചെയ്യുകയോ അല്ലെ ശിവകീർത്തനങ്ങൾ ചൊല്ലുകയോ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുടർന്നുള്ള ആ ഒരു ദിവസം, ആ രാത്രി ഏറ്റവും ശ്രേഷ്ഠകരമായി നാമജപത്തോട് കൂടിയിട്ട് അവരുടെ പുതിയ ജീവിതത്തെ വരവേൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദോഷമൊന്നുമില്ല, ഒന്നും ദോഷമില്ല. അത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താ, തൻ്റെ ജീവിത പങ്കാളിയെ കൂടി ചേർത്ത് പുതിയൊരു സംസ്കാരത്തിന് അവിടെ തുടക്കം കുറിക്കുന്നതായിട്ട് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ദോഷം വരുന്നില്ല. പക്ഷേ അവർ ആ അവസരത്തിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുകയാണെങ്കിൽ അത് വലിയ ദോഷം ആ കുട്ടിയിലൂടെ ഉണ്ടാകും. കാരണം അന്നത്തെ ദിവസം അന്തരീക്ഷത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം ഈ കുട്ടിക്ക് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അംഗവൈകല്യമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതോ ആയി തീരാം എന്നർത്ഥം. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.